രാവിലെ ഉറക്കം എണീറ്റ് വരുമ്പോഴത്തേക്കും നല്ല ടേബിളിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നല്ല ചൂട് ഇഡലിയാ നല്ല ദോശയൊക്കെ ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു കിട്ടുന്നൊരു സുഖമൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ഈ ജോലിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണ്ടേ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമത്തിലാണ് ഞാൻ എണീറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ തലേന്ന് നമ്മൾ മേടിച്ച ചാളയെല്ലാം കൂടെ ചേട്ടൻ പറഞ്ഞായിരുന്നു തലേന്ന് എനിക്ക് 2-3 ചാള എടുത്ത് പൊരിച്ച് തരാം. പക്ഷേ ഞാൻ പൊരിച്ച് കൊടുത്തില്ല. ബീച്ചിൽ നിന്ന് വാങ്ങിച്ചത് തന്നെ തുണ്ടൻ ചാളയായിരുന്നു. അങ്ങനെ പിറ്റേന്ന് ജോലിക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് വിഷമം കാരണം ഞാൻ 4 അല്ല ഒരു 5 ചാള എടുത്ത് ഞാൻ പൊരിച്ച് കൊടുക്കാമെന്ന് വെച്ച്. പുട്ടായിരുന്നു. അപ്പോൾ പുട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ നമ്മൾ ചാള ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ ഉള്ളൊരു നല്ല രസമായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ എന്താണ്ട് വരഞ്ഞ് പൊരിക്കാൻ വെച്ച്. പിന്നെ ആ പരിഞ്ഞിൽ ചേട്ടൻ കഴിക്കത്തില്ല, അത് എനിക്കുള്ളതാണ്. പരിഞ്ഞിൽ ആർക്കും ഞാൻ തരത്തില്ല. ഈ പരിഞ്ഞിലിന് നമ്മൾ ചാളയ്ക്കുമുള്ള അരപ്പ് 2ആയിട്ട് പുരട്ടണം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ ഒരുമാതിരി ഇരിക്കും കേട്ടോ. അത് വിട്ട് കിടക്കും. അത് എൻ്റെ ഒരു ടിപ്പാണ്, നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോ. ചട്ടി വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ദാണ്ട ഈ പച്ചച്ചാളയെല്ലാം പുരട്ടിയ ചാളയെല്ലാം കൂടെ നല്ല മുരിയിച്ചെടുക്കണം. കരിയിച്ചെടുക്കരുത്. കരിയിച്ചെടുത്ത് തിന്നാൻ കൊള്ളത്തില്ല. നമ്മൾ നല്ല മുരിയിച്ച് നല്ല ടേസ്റ്റോട് കൂടി നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ദാണ്ട നമ്മൾ ഇതെല്ലാം തിരിച്ചിട്ട് നല്ല സെറ്റാക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് പുട്ടായിരുന്നു. പുട്ടിൻ്റെ സൈഡ് ഞാൻ പറഞ്ഞില്ല, സൈഡ് വെക്കുമ്പോൾ എന്തൊരു നല്ല രസമായിരിക്കും അത് കാണാനും. അങ്ങനെ ചേട്ടൻ പോയതിന് ശേഷം ദാണ്ട ബാക്കിയുള്ള ചാളയെല്ലാം കൂടി ഞാൻ കണ്ടിച്ചെടുത്തിട്ട് അതെല്ലാം കൂടെ ദാണ്ട എല്ലാം കൂടി ഇട്ടൊരു കറിയും വെച്ച് ബാക്കിയുള്ള പരിഞ്ഞിലെല്ലാം എനിക്ക് ഞാൻ പൊരിച്ച് പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി ദാണ്ട ചോറും വെച്ച്. ചോറ് ഞാൻ ലാസ്റ്റാണ് വെക്കുന്നത്. ഇനി എന്തോ നോക്കി നിൽക്കുക, എനിക്ക് വയ്യ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു.